ഹലോ ഗായ്സ്, നമ്മളിപ്പോൾ ഉള്ളത് ഒരു കിടിലൻ സ്പോട്ടിലാണ്. കൃത്യമായിട്ട് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാടുകാണി മല എന്ന് പറയും. നിങ്ങൾക്കിപ്പോൾ ടെൻ്റൊക്കെ കണ്ടുകൂടി ഏകദേശം കാര്യങ്ങളൊക്കെ പിടിയിട്ട് കാണും. നമ്മളിത് ക്യാമ്പ് ചെയ്യാൻ പോവാണ്, ഒരു രാത്രി മൊത്തം ഒറ്റയ്ക്ക് ഇവിടെ സ്റ്റേ ചെയ്യാൻ പോവാണ്. നമ്മളിപ്പോൾ വന്നപ്പോൾ ആരുമില്ലായിരുന്നു, ഒരു രണ്ടാളിപ്പോൾ അങ്ങോട്ട് കയറി പോയിട്ടുണ്ട്. നമ്മളിത് കുക്കിങ്ങിൻ്റെ പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു, സാധനമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഇതങ്ങ് കത്തിച്ചാൽ മാത്രം മതി. പക്ഷെ കത്തിക്കുന്നതിനൊക്കെ മുമ്പ്, ഈ ബ്യൂട്ടിഫുൾ ആയുള്ള സൺസെറ്റൊക്കെ ആസ്വദിക്കുന്നതിന് മുമ്പ് ഞാൻ ഇവിടെ വരുന്നൊരു സ്റ്റോറി ഉണ്ട്, അത് നിങ്ങൾ പോയി കണ്ടിട്ട് പോയോ. ഇതാ ഈ കാണുന്ന മലയാണ് നാടുകാണി മല. ഇതാണോ കയറി പോകുന്ന വഴി. സ്റ്റേഷനൊക്കെ ഉണ്ട്. നമ്മൾ വരുന്നത് ഈ വഴിയായിരിക്കും. നമ്മൾ ഗൂഗിൾ മാപ്സ് ഒക്കെ നോക്കിയിട്ടാണ് വരുന്നതെങ്കിൽ ആള് ഇവിടെ നിർത്തത്തില്ല. അപ്പോൾ നിങ്ങൾ ഈ ജംഗ്ഷൻ ഒന്ന് നോക്കി വെച്ചേക്കാം. ഇതാണ് ഇവിടുത്തെ ലാൻഡ്മാർക്ക്. ഇവിടെ ഈ വഴിക്കായിരിക്കും നിങ്ങളെ കൊണ്ടുപോകുന്നത്. എന്നിട്ട് വേറെ ഇടവയിൽ കയറ്റിയിട്ട് ഒരു ബന്ധമില്ലാത്തൊരു സ്ഥലത്ത് നിർത്തിയിട്ട് പോകും. അപ്പോൾ നിങ്ങളെപ്പോഴും ഈ ജംഗ്ഷൻ ഓർത്ത് വെച്ചേക്കാം. നാടുകാണി മല എന്നല്ല, സെൻറ്റ് തോമസ് മൗണ്ട് എന്നൊരു പേരും കൂടി മലയിലെ കാണുന്ന പോലെ ഒന്നാം സ്ഥലം രണ്ടാം സ്ഥലം അങ്ങനെ മാർക്ക് ചെയ്ത് പോകുന്ന വഴി മുഴുവനുണ്ട്. അപ്പോൾ വഴിയൊന്നും തെറ്റിപ്പോകത്തില്ല. ഇതങ്ങ് ഫോളോ ചെയ്ത് പോയാൽ മതി. പിന്നെ ഇവിടെ അങ്ങനെ ഹിസ്റ്റോറിക്കൽ സിഗ്നിഫിക്കൻസ് ഒന്നുമില്ല. അതായത് മലയിൽ സെൻറ്റ് തോമസ് വന്നു എന്ന് പറയപ്പെടുന്ന ഒരു സ്ഥലമാണല്ലോ. ഇവിടെ അങ്ങനെയൊന്നും ഇല്ല എന്നാണ് അന്വേഷിച്ച് പറയാൻ കഴിയുന്നത്. ഇവിടെ വരുന്നത് കർത്താവിനെ ക്രൂശീകരിക്കുന്നതിന് മുമ്പുള്ള സീൻസ് കംപ്ലീറ്റ് ഉണ്ട്. അതാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. വരുന്നത് മലയാറ്റൂര്. ഒരു ചേച്ചി നമ്മുടെ അടുത്ത് സംസാരിച്ച ഒരു പട്ടിക്കുന്നു കേട്ടോ. മലയാറ്റൂർ ചേച്ചി ഒരു ഹായ് പറഞ്ഞേ. അതാണ് ഒരു ചേച്ചി നമുക്ക് കമ്പനി കിട്ടിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ചേച്ചിയുടെ കൂടെ പോകാൻ പറ്റത്തില്ല, കുറച്ച് ഞങ്ങൾ അധികം നടക്കാനുണ്ട്. നമുക്ക് അവിടെ പോയി ചെന്നിട്ട് ഒരുപാട് പണിയുണ്ടല്ലോ, അതുകൊണ്ട് നമുക്ക് വേഗമാണ് വിട്ടേലാണ്. നമ്മളിപ്പോൾ നടന്ന് ഒന്നാമത്തെ ഒരു ചെറിയ കുന്ന് കഴിഞ്ഞു, രണ്ടാമത്തൊരു കുന്ന് കഴിഞ്ഞു, മൂന്നാമത്തൊരു സാധനത്തിൻ്റെ മുകളിലാണ് നമ്മളിപ്പോൾ. ഇതൊരൊറ്റ പാറയുണ്ടോ, ചുറ്റും കാണുന്ന കാഴ്ചകൾ നോക്കി വളരെ ബ്യൂട്ടിഫുള്ളാണ്. അവിടെയൊക്കെ തട്ടായിട്ട് കൃഷി, അവിടെ കുറച്ച് പാടങ്ങളുണ്ട്, നല്ല ഭംഗിയാണ്. ഇതിൻ്റെ മലയുടെ മുകളിൽ കയറി എന്നിട്ട് അങ്ങോട്ട് നോക്കാനാണ് ഏറ്റവും കൂടുതൽ ഭംഗി. നമുക്കിനി ഒരുപാട് പോകാനുണ്ട് അതിന് മുകളിൽ. നല്ല അടിപൊളി വ്യൂ ആണ്. ഇവിടെ നമുക്ക് ഇങ്ങോട്ടും വ്യൂ ഉണ്ട്, ആ സൈഡിലോട്ട് വ്യൂ ഉണ്ട്. ഈ സ്ഥലത്ത് നമ്മളിത് ഇതിൻ്റെ മുകളിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ ഏറ്റവും ഹൈലൈറ്റ്. നമുക്കിതിൻ്റെ മുകളിൽ ഇവിടെ നമുക്ക് ടെൻ്റ് അടിക്കാൻ പറ്റും. ഇതാണ് ഇവിടുത്തെ ചുറ്റുമുള്ള വ്യൂ. നോക്കിയേ, ഇതാണ് ഇവിടുത്തെ വ്യൂ. ഇവിടെ ഒരു കുരിശൊക്കെ ഉണ്ട്. പിന്നെ മുകളിലാരും കയറാണ്ടിരിക്കാൻ വേണ്ടി ഇവിടെ കമ്പിയൊക്കെ ചുറ്റി വെച്ചുണ്ട്. വേറെ ഒന്നത്തെ കസേരയാണ്, അതുകൊണ്ട് ഇരിക്കാൻ ഒരു കസേരയും കിട്ടിയിട്ടുണ്ട്. ഒടിഞ്ഞിട്ടില്ല എന്ന് കരുതുന്നു. പിന്നെ ഇതാ അവിടെ അങ്ങേ അറ്റത്ത് കർത്താവിൻ്റെ ഒരു ബിംബം കൂടിയുണ്ട്. ഇതാ കർത്താവ് നമ്മളെ ബ്ലെസ് ചെയ്തുകൊണ്ട് അവിടെ ഇരിക്കുന്നുണ്ട്. ഇതാണ് ഇവിടുത്തെ. ഇവിടെ ഇങ്ങനൊരു സ്ട്രക്ചർ മാത്രമേ ഉള്ളൂ, ചർച്ചിൻ്റേതായിട്ടുള്ള. പിന്നെ ഇങ്ങനെ കമ്പിവേലി കെട്ടിയിട്ടുണ്ട്. അറിയില്ല, അതിൻ്റെ ഇടയ്ക്കിടെ ക്വാറിയുണ്ട്. ടോയ്ലറ്റാണെന്ന് തോന്നുന്നു, പോയി നോക്കാം. നമുക്ക് കുളിക്കാനോ അങ്ങനെയുള്ള സെറ്റപ്പ്, കുളിമുറി ഇതോടെ ഉണ്ടാക്കി വെച്ചതെന്നേ ഉള്ളൂ, കംപ്ലീറ്റ്ലി യൂസ്ലെസ് ആണ്. ഇതാ അങ്ങനെ നമ്മൾ നമ്മുടെ ടെൻ്റൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇത് കുക്കിങ്ങിനുള്ള സെറ്റപ്പ് നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട്. ഇതെങ്ങനെ ഉണ്ടാക്കിയെന്ന് ഒന്ന് രണ്ട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു. ഇത് വെറുതെ 3 കോല് വെക്കുക, ഇങ്ങനെ കുറച്ചായിട്ട് കമ്പി വെച്ച് ഞാൻ വെറുതെ ചുറ്റി വെച്ചേക്കുവാണ്. ഇതെന്താ സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് വീട്ടിലുള്ളൊരു എമർജൻസി ബൾബിൻ്റെ സാധനം. പോയ എണ്ണത്തിൻ്റെ ഒക്കെ കളക്ട് ചെയ്ത് ഞാൻ കമ്പി വെച്ച് ചുറ്റി ഒരു ഹാങ്ങർ പോലെ ഉണ്ടാക്കണം. പിന്നെ ഏതോ ഒരു പുള്ളി ഒരു കസേരയൊക്കെ ഇവിടെ കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ ചെറിയൊരു ഇറക്കമുണ്ട്, ഈ കാല് സ്റ്റേബിളല്ല. നമുക്കൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ഇതിൻ്റെ അകത്ത് ഇരുന്ന് നമുക്ക് നമ്മുടെ കുക്കിങ്ങൊക്കെ ആസ്വദിച്ച് നമ്മുടെ ടെൻറ്റിൻ്റെ അടുത്ത് നമുക്ക് നല്ല ഹാപ്പി ആയിട്ടിരിക്കാനുള്ളൊരു സെറ്റപ്പ് ഉണ്ട് ഇവിടെ. ചെറുതായിട്ട് നനങ്ങി പിടിഞ്ഞു പൊളിഞ്ഞ് വീഴുമെന്ന് നമുക്കറിയത്തില്ല. അപ്പോൾ നമുക്കിനി ഒട്ടും സമയം വഹിക്കേണ്ട, നമുക്ക് നേരെ കുക്കിങ്ങിലേക്ക് ഇറങ്ങാം. ഓക്കെ, സക്സസ്. നമ്മുടെ മരത്തിനൊക്കെ അങ്ങനെ കത്ത് പിടിച്ചു. നമ്മൾ പതിയെ വെള്ളം അങ്ങോട്ട് ഒഴിക്കട്ടെ. വെള്ളം ഇനി ഒന്നങ്ങ് തിളച്ച് വന്നു കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ മാഗിയും കൂടെ അങ്ങോട്ട് ഇടാം. പുറകിൽ നല്ല അടിപൊളി സൺസെറ്റാണ്. അങ്ങനെ നമ്മുടെ വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ട് ഇപ്പം ഏകദേശം.
നമുക്ക് നേരെ നമ്മുടെ നൂഡിൽ പാക്ക് അങ്ങ് പൊട്ടിച്ചിടാം. നമ്മൾ ഇപ്പി നൂഡിൽസാണ് മേടിച്ചേക്കുന്നത്. അങ്ങനെതാ കുറച്ച് നേരത്തിന് ശേഷം നമ്മുടെ മാഗി ഇപ്പി റെഡി ആയിട്ടുണ്ട്. വെന്ത് നല്ല സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നൈസായിട്ട് ആളെന്നെ എടുത്ത് കഴിക്കാം. നല്ല പെർഫെക്റ്റ്ലി കുക്കായിട്ടുണ്ട്. പകർത്താം. ഫുള്ള് വെള്ളം വറ്റാൻ സാധ്യതയില്ല. ഓക്കെ, നമുക്ക് നല്ല കിടില നൂഡിൽസ് കിട്ടിയിട്ടുണ്ട്. അശ്ശോ, പേപ്പർ പ്ലേറ്റ് ആയതുകൊണ്ട് ലേശം നിരത്ത് പോയല്ലോ ഈശ്വര. പക്ഷേ നല്ല കിടില നൂഡിൽസ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് നൈസായിട്ട് ഇതിവിടെ നിന്നാണ് കഴിക്കാം. ഇനി ഇതങ്ങ് കഴിക്കുന്ന ചടങ്ങാണ്. ഊതേണ്ട ആവശ്യമില്ല, നേച്ചർ തന്നെ ഫ്രീ സർവീസാണ്. നല്ല ഫാറ്റുള്ളതുകൊണ്ട് മുന്നോട്ട് വെച്ചെടുക്കാൻ പേടി. ഇപ്പോൾ ആൾക്കാർ ഇപ്പോൾ മറ്റേ ആ ഫിലോസൊക്കെ അല്ല, ഫുഡിയുടെ മെയിൻസാണുള്ളത്. നല്ലൊരു സൂപ്പി മോഡലാണ് നിൽക്കുന്നത്. നല്ല ജ്യൂസിയാണ്. മഴ പെയ്തതിന് നമുക്ക് ഡിന്നർ പോലും കഴിക്കാൻ പറ്റില്ലായിരുന്നല്ലോ. എന്തായാലും ചമ്പും കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാൻ നിങ്ങൾക്ക് എൻ്റെ ടെൻറ്റിൻ്റെ അകമൊന്നും കാണിച്ചു തന്നില്ലല്ലോ. ഇതാണ് മുമ്പത്തെ വീഡിയോസിലും നിങ്ങൾക്ക് അങ്ങനെ കാണിച്ചു തന്നിട്ടില്ല. കാത്തലോണിൽ നിന്ന് മേടിച്ച ടെൻറ്റാണ്. 2000 രൂപയാണ് ഇതിൻ്റെ വില. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യാം. ടെൻറ്റ് സെറ്റ് ചെയ്യണം എങ്ങനെയാണെന്ന് കാണിച്ചിട്ട്. 2 പോക്കറ്റ്സ് ഉണ്ട്, ഒരു ഹാങ്ങർ ഉണ്ട്. ഇവിടെ ഒരഴ പോലത്തെ സെറ്റപ്പ് ഉണ്ട്. ഞാൻ സ്ലീപ്പിംഗ് ബാഗൊന്നും കൊണ്ടുവരാറില്ല. ഞാൻ ഈ പുറപ്പ് വെച്ചിട്ടാണ് ചെയ്യുക. എൻ്റെ ബാഗ് തലോണയാക്കി വയ്ക്കും. ഇതിൻ്റെ 2 കമ്പോണൻസ് ആണ്. ഒരു റെയിൻ കവറും ഒരു ഉള്ളിലൊരു കവറും വരുന്നുണ്ട്. വളരെ നല്ല ടെൻറ്റാണ്. ചെറിയൊരു ഹോള് മാത്രമാണ് ഇതിനിപ്പോൾ ഉണ്ടായുള്ള ഒരു കംപ്ലയിൻറ്റ്. അല്ലാതെ പ്രശ്നമൊന്നുമില്ല. അതിൻ്റെ ഏറ്റവും അടിയിലാണ് ഒരു പ്ലാസ്റ്റർ വെച്ച് ഒട്ടിച്ചാൽ തീരാവുന്ന ഇഷ്യൂ ഉള്ളൂ. അതുകൊണ്ട് എനിക്ക് വലിയ ഇഷ്യൂ ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. റെയിൻ ടെസ്റ്റൊക്കെ നമ്മൾ നടത്തി നോക്കിയിട്ടുണ്ട്. യാതൊരു ഇത് കുഴപ്പമില്ല. അടിപൊളി ടെൻറ്റാണ്. ഇതാണ് രാത്രിയിലത്തെ കാഴ്ചകൾ. നമ്മൾ ആദ്യം ലൈറ്റൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ച്, പക്ഷേ ചുറ്റും ഒരുപാട് ലൈറ്റുണ്ട്. നല്ല ഭംഗിയാണ് കാണാൻ. നമുക്ക് ആ ലൈറ്റ് ഇല്ലാത്തതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ഇതേ നമ്മുടെ ടെൻറ്റ്, നമ്മളിരുന്ന കസേര, നമ്മുടെ കുക്കിങ്ങിൻ്റെ ഐറ്റംസ്, അങ്ങോട്ടൊന്നും ഒരുപാട് കാണാൻ പറ്റത്തില്ല. ഫുള്ള് ഇരുട്ടാണ്. ഇറ്റ്സ് ഗുഡ്. എന്തായാലും ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആണ്. നമുക്കിവിടെ കിടക്കുന്ന സമയത്ത് ചില സമയത്ത് ഒരു പേടിയൊക്കെ തോന്നും. ഒരു ടൈപ്പ് കിളിയുണ്ട്, അതിൻ്റെ ഒച്ച ഒരുമാതിരി ഭയങ്കര ഭയാനകമാണ്. ഒരു കുഴപ്പം മാത്രമേ ഉള്ളൂ. പിന്നെ വേറൊന്നുമില്ല. ഇങ്ങോട്ട് നോക്കിയാലും ചുറ്റും നല്ല പ്രകാശം, ചുറ്റും മണിക്കുന്നില്ല. നമ്മൾ നല്ല ഹാപ്പി ആയിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഇരിക്കുകയാണ്. അപ്പോൾ നമുക്കിനി എന്തായാലും രാവിലെ കാണാം. പ്രത്യേകിച്ച് ഇനി നിങ്ങളങ്ങനെ കാണിച്ചു തരാനൊന്നും അധികമൊന്നുമില്ല. ഇതുപോലെ ലൈറ്റും പിന്നെ കുറേ ഇരുട്ടും മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇനി ഇരുട്ടൊക്കെ മാറി നമുക്ക് വെളിച്ചം വന്നിട്ട് സംസാരിക്കാം. രാവിലെ കാണാം. ഇതാണ് രാവിലത്തെ കാഴ്ചകൾ. നല്ല ചീവീടിൻ്റെ ശബ്ദമുണ്ടല്ലേ. നമുക്ക് ഇന്നലെ രാത്രി മൊത്തം ആൾ തലയ്ക്ക് സൂര്യൻ തന്നിട്ടില്ല. അപ്പോൾ എന്തായാലും നമ്മൾ സൂര്യന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം നല്ല പ്രകാശമുണ്ട്. നിങ്ങൾക്ക് തന്നെ നല്ല ഡീറ്റെയിൽ ആയിട്ട് കാണാമെന്ന് കരുതുന്നു. ഫോഗ് അവിടെയൊക്കെ ഉള്ളൂ കേട്ടോ. കുറച്ച് സ്ഥലത്ത് മാത്രമേ ഉള്ളൂ. നല്ല ഫോഗ് ഉണ്ടെങ്കിൽ ഇവിടുന്ന് ഇങ്ങനെ ഒഴുകുന്ന ഒരു ഫീൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ നമുക്ക് കുറച്ച് പുതിയ ഫ്രണ്ട്സിനെ അവിടെ കിട്ടിയിട്ടുണ്ട്. ചേട്ടാ പേര് പറയൂ. പോളല്ലേ? ഓക്കെ. ഇവർ രണ്ടുപേരും അച്ഛനും മക്കളും അല്ലേ? അച്ഛനും മക്കളുടെ പേരെന്താണ്? നേഹ, ഡോറ. രണ്ടും എന്നാണ്. അപ്പോൾ ഇവിടെ കുറച്ച് നേരം മുമ്പ്, ഒരു 5 മിനിറ്റ്സ് മുമ്പ് കയറിയതാണ് ഇവരും സൂര്യോദയം കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. നമുക്ക് എത്ര ക്ലിയർ ആയിട്ട് കിട്ടുമെന്ന് അറിയത്തില്ല. ഇവിടെ ഇത് കാരണം എന്താ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ ഒരു മല ഇങ്ങനെ കവറിങ് ഉണ്ട് കറക്റ്റ് ഈസ്റ്റ് സൈഡിൽ. അപ്പോൾ അതുകൊണ്ട് കുറച്ചാണ്ട് ലേറ്റായിട്ടാണ് നമുക്ക് സൂര്യോദയം കിട്ടത്തുള്ളൂ. ഇപ്പോൾ ഏകദേശം സൂര്യോദയത്തിൻ്റെ സമയമായിട്ടുണ്ട്. 6:15 ഇന്ന് സൂര്യോദയം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആണ് നമ്മൾ. അപ്പോൾ നമുക്ക് സൂര്യൻ വന്നിട്ട് കാണാം. അങ്ങനെ സൂര്യനും കൂടെ വന്നിട്ടുണ്ട്. നമ്മൾ വിചാരിച്ചു നല്ലൊരു സൺറൈസ് ഒന്നും നമുക്ക് കിട്ടത്തില്ലെന്ന്. പക്ഷെ നല്ല അടിപൊളി ഒരു സൺറൈസ് ആണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ആമിറാണോ നീറാണോ?
ആന്നൂർ. ഓക്കെ, മച്ചാൻ്റെ വീട് എവിടെയാണ്? കൊടുങ്ങല്ലൂരല്ല. നമുക്ക് ഇങ്ങനെ കുറച്ച് കമ്പനിക്കാരോട് ഇവിടെ വരുമ്പോൾ കിട്ടുന്നുണ്ട്. ഇപ്പോൾ ആൾക്കാരിങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് നിലവിൽ. ഇപ്പോൾ മച്ചാനെ വിട്ടു മതി, അവിടെ സൺറൈസ്. അവരങ്ങനെ സൺറൈസ് ഒക്കെ ഉണ്ട് ആസ്വദിച്ച് വേറെ ആൾക്കാരൊക്കെ കയറി വരുന്നുണ്ട്. ഒരാൾ ഇതിനു മുമ്പ് അങ്ങോട്ട് പോയിരുന്നു. നമുക്കിനി എന്തായാലും പ്രത്യേകിച്ച് അങ്ങനെ ഭയങ്കര പ്ലാനൊന്നുമില്ല. നമ്മൾ നേരെ തിരക്കാനുള്ള പരിപാടിയാണ്. എൻ്റെ പുറയിലിപ്പോൾ ഇത് നല്ല ബ്യൂട്ടിഫുൾ ആയ സൺസെറ്റ്, സൺറൈസ് നിങ്ങൾക്ക് ഒന്നുകൂടെ കാണാൻ പറ്റും. നമുക്ക് നമ്മുടെ ടെൻ്റൊക്കെ ചുരുക്കി നേരെ തിരക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് കണ്ട വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക. ഇതുപോലത്തുള്ള കണ്ടന്റിന് വേണ്ടി നമ്മുടെ ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടോളാം. അപ്പോൾ നമ്മൾ എപ്പോഴും പറയാറുള്ള പോലെ കീപ് സപ്പോർട്ടിങ്, കീപ് ലവിങ്. അപ്പോൾ അത് പറഞ്ഞുകൊണ്ട് ദിസ് ഈസ് വിഷ്ണു സന്തോഷ് സൈനിങ് ഓഫ്. ഗുഡ് ബൈ.